നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കൊറിയർ പാഴ്സൽ സർവീസുകളുടെ മറവിൽ ഓൺലൈൻ കൂട്ടായ്മകൾ രൂപീകരിച്ച് ലഹരി മരുന്നിന് വിൽപ്പന നടത്തിവന്ന സംഘത്തിൽ നിന്നും 6 കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയ കേസിൽ ഇവർക്ക് കഞ്ചാവ് അയച്ചുകൊടുത്ത പ്രധാന പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി തൊടുപുഴ ഒളമറ്റം സ്വദേശി ചെറ്റാരിക്കൽ വീട്ടിൽ 25 വയസ്സുള്ള അലൻ മാത്യുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജനുവരിയിൽ കൊമ്പടിഞ്ഞാമാക്കലിൽ വെച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 6 കിലോഗ്രാം കഞ്ചാവുമായി ചാലക്കുടി മൂഞ്ഞേലി അമ്പൂക്കൻ വീട്ടിൽ 28 വയസ്സുള്ള ജിത്തു വർഗീസ്, തിരുത്തിപ്പറമ്പ് ചില്ലായി വീട്ടിൽ 25 വയസ്സുള്ള ഷൈൻ ഷിജു എന്നിവരെ ആളൂർ പോലീസും ഡാൻസ് സ്റ്റാഫ് സംഘവും ചേർന്ന് പിടികൂടി റിമാൻഡിൽ ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പിടിക്കപ്പെടാതിരിക്കാൻ വെർച്വൽ നമ്പറുകൾ ഉപയോഗിച്ച് ബന്ധപ്പെട്ട് കൊറിയർ വഴി 6 കിലോ കഞ്ചാവ് എത്തിച്ചു നൽകിയത് അലൻ മാത്യുവാണെന്ന് പോലീസ് കണ്ടെത്തുന്നത്. മാസങ്ങളായി അന്യ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ നാട്ടിലെത്തിയ വിവരമറിഞ്ഞ് തൊടുപുഴ പോലീസിന്റെ സഹായത്തോടെയാണ് ആളൂർ പോലീസ് പിടികൂടിയത്. അലൻ മാത്യു മുട്ടം, കളമശ്ശേരി, കുളമാവ്, രാജാക്കാട്, അമ്പലമേട് പോലീസ് സ്റ്റേഷനുകളിലായി 5 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് SI മിനിമോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ ആന്റണി, അരുൺ, ഹരികൃഷ്ണൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട BRC ഓട്ടിസം സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ചിന്താ ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു മുഖ്യാതിഥിയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പള്ളി, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് VC വർഗീസ്, മിനി ജോസ് ചാക്കോള, TA പോൾ, റോണി പോൾ മാവേലി, പ്രവീൺസ് ഞാറ്റുവെട്ടി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജീവ് MS, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു P ജോൺ, LP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് അസീന PB എന്നിവർ പങ്കെടുത്തു. സത്യപാലൻ KR സ്വാഗതവും സംഗീത PS നന്ദിയും പറഞ്ഞു. മുൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 52 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം നമുക്ക് നൽകിയത് ആദരണീയായിട്ടുള്ള ബിന്ദു ടീച്ചറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ്. അങ്ങനെ നമ്മുടെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു കെട്ടിടമാണിത്. ഓട്ടിസം ബാധിച്ച പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് അവർക്ക് തെറാപ്പി ചികിത്സയും അതോടൊപ്പം തന്നെ മറ്റ് പരിശീലനമൊക്കെ നൽകുന്നതിന് ഒരുക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഒരുവിധം സൗകര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ 52 ലക്ഷം രൂപ മുടക്കി ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ഈ പണം മുഴുവൻ നമുക്ക് നൽകിയത് പ്രിയപ്പെട്ട ബിന്ദു ടീച്ചറാണ്. ടീച്ചറിനോട് ഈ നാടിനുള്ള നന്ദിയും കടപ്പാടും ഇപ്പോഴത്തെ MLA നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. കൈയടിച്ചത് പോരല്ലോ, ഒന്നുകൂടെ കൈയടിച്ചു. അങ്ങനെ നമ്മുടെ വികസന കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവർ നൽകുന്ന പിന്തുണയും സഹകരണവും നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ആ നാടിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് നമുക്ക് സഹായകരമാകുകയും ചെയ്യും. ഇനിയും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും സഹകരണം പിന്തുണയും ഒക്കെ നമുക്കേറെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് നന്നായിട്ട് പോകുന്ന ഓട്ടോ ടാക്സി മേഖലയിലെ പുതുക്കിയ നിരക്ക് ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് BMS ഇരിങ്ങാലക്കുട മേഖലാ പ്രതിനിധി സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട പ്രിയ ഹാളിൽ നടന്ന സമ്മേളനം BMS സംസ്ഥാന കമ്മിറ്റി അംഗം MK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് രോഷിത് എടച്ചാലി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ
BMS ജില്ലാ പ്രസിഡന്റ് KV വിനോദ് കുമാർ, ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, ജില്ലാ വൈസ് പ്രസിഡന്റ് KB ജയശങ്കർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK പ്രദീപ്, മേഖലാ ഭാരവാഹികളായ M കൃഷ്ണകുമാർ, NV അജയഘോഷ്, MB സുധീഷ്, A രതീഷ്, ഷാൻഡി എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി M കൃഷ്ണകുമാർ പ്രസിഡന്റ്, രോഹിത് എടച്ചാലി സെക്രട്ടറി, MB സുധീഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എന്ന അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അധ്വാനത്തെ ആരാധനയായി കണക്കാക്കുന്ന ഏക തൊഴിലാളി പ്രസ്ഥാനം ഭാരതീയ മസ്ദൂർ സംഘമാണ്. ദേശീയതയ്ക്ക് കൂടുതൽ താല്പര്യം നൽകിക്കൊണ്ട് ദേശീയ ബോധമുള്ള തൊഴിലാളികളെ വാർത്തെടുക്കുക എന്നുള്ള പ്രക്രിയയാണ് കഴിഞ്ഞ 71 വർഷങ്ങളായിട്ട് ഭാരതത്തിൽ നമ്മൾ ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രവർത്തനം തുടങ്ങി 40-ാം വർഷത്തില് അന്നത്തെ UPA ഗവൺമെന്റിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അതുവരെ ഒന്നാമത് നിലനിന്നിരുന്ന INTUC എന്ന ട്രേഡ് യൂണിയനെ പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് ആക്കിക്കൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘ് ഭാരതത്തിലെ ഏറ്റവും അധികം തൊഴിലാളികളുള്ള ട്രേഡ് യൂണിയനായിട്ട് മാറിയിരിക്കുന്നു. നമുക്കറിയാം ഭാരതത്തിൽ 143 കോടി ജനങ്ങളാണുള്ളത്. അതിൽ ഏകദേശം 50 കോടി തൊഴിലാളികളുണ്ട് എന്നാണ് പൊതുവെ കണക്കുകൾ. അതിൽ 50% വരുന്ന തൊഴിലാളികളെ ഉൾക്കൊണ്ടുകൊണ്ട് BMS ഇന്ന് മുന്നേറ്റം തുടർന്നു വരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. നമുക്കറിയാം അതുവരെ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അധികാരം കിട്ടണം, അധികാരത്തിലേറി കഴിഞ്ഞാൽ തൊഴിലാളികളെ വിസ്മരിക്കുന്ന ഒരു ചിത്രം നമ്മുടെ കൺമുമ്പിൽ നമുക്ക് എല്ലാവർക്കും കാണാം. അതിന് മികച്ച രീതിയിൽ പ്രവർത്തിക്കും. നമ്മൾ തുടങ്ങുന്ന സമയത്ത് BMSന്റെ മാന്യ സ്ഥാപകൻ ശ്രീ ദത്തോപാന്ത് ഡേങ്കിഡ്ജി ഈ ആവശ്യം പറഞ്ഞ സമയത്ത് ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അഭിവാദ്യം അർപ്പിച്ച് നടവരമ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സദസ്സ് MLPI റെഡ് ഫ്ലാഗ് സംസ്ഥാന സെക്രട്ടറി PC ഉണ്ണിച്ചക്കൻ ഉദ്ഘാടനം ചെയ്തു. PK ജയൻ അധ്യക്ഷത വഹിച്ച സാംസ്കാരിക സദസ്സിൽ കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ TK നാരായണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS സജീവൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ശിവൻ, ജോണി തെക്കിനിയത്ത്, ഷിബു നടവരമ്പ്, PV വിപിൻ ദാസ് എന്നിവർ പ്രസംഗിച്ചു. സൗബിക രതീഷ് സ്വാഗതവും ശ്രീനില ബൈജു നന്ദിയും പറഞ്ഞു. 12 വർഷമായി തുടരുന്ന ഫാസിസ്റ്റ് പേർവാഴ്ചയ്ക്ക് നമ്മുടെ കുട്ടികൾ ഒരു സുല്ല് പറഞ്ഞിരിക്കുകയാണ്. കളിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, സുല്ല് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന പോലെ തൽക്കാലത്തേക്ക്. നീറ്റ് പരീക്ഷയുടെ വാർത്തകൾ കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി മോഡി ഗവൺമെന്റ് ഈസ് നോട്ട് നീറ്റ്. മോഡി സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ മുൻപറിയാമായിരുന്നു ഇത് അത്ര നീറ്റല്ല എന്ന്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ബാഗുമായി സ്വപ്നങ്ങൾ നിറഞ്ഞ കണ്ണുകളുമായി കലാലയങ്ങളിലേക്ക് പോയ കുഞ്ഞുങ്ങൾക്ക് നേരെയാണ്, കുട്ടികൾക്ക് നേരെയാണ് ശത്രു രാജ്യങ്ങളിൽ പ്രയോഗിക്കുന്ന പെല്ലറ്റ്, ശരീരം മുഴുവൻ ചില്ലുകൾ തറയ്ക്കുന്ന പെല്ലറ്റുകൾ പ്രയോഗിച്ചത്. ഗുഹകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ പുറത്തു കൊണ്ടുവരുന്നതിന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എരിവുള്ള മുളക് നമ്മൾ പറയും കാന്താരിയാണെന്ന്. കാന്താരിയുടെ 100 മടങ്ങ് എരിവുള്ള നാഗാലാൻഡിലുള്ള പ്രത്യേക തരത്തിലുള്ള മുളക് അത് ഉപയോഗിച്ച് കുട്ടികൾക്ക് നേരെ, കുട്ടികൾ പറഞ്ഞു ആദ്യം മുഖമൊക്കെ പൊള്ളി എന്നാണ് പറഞ്ഞത്. ഇവരാരും സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല തെരുവിൽ വന്നത്. നല്ല നാളേക്ക് വേണ്ടി അവർ മുന്നേറി. കനലരിയും വഴികളിൽ നെഞ്ചുറപ്പോടെ അവർ നടന്നു. കല്ലുകൾ പോലും പൂക്കളായി, ജലപീരങ്കികൾ അവർക്ക് ഗംഗാ സ്നാനമായി. ഇരുമ്പു തടവറയേക്കാൾ ചങ്കുറപ്പുള്ള പോരാളികൾ, അവർ നാടിന്റെ പ്രതീക്ഷകൾ, നാളുകളുടെ വെളിച്ചങ്ങൾ. അവർക്കിനിയും മേറെയുണ്ട് പോരിടാൻ, അവർക്കിനിയും മേറെയുണ്ട് നേടിടാൻ. കൊഴിഞ്ഞു വീഴും പൂക്കളല്ലവർ, ആഞ്ഞു വീശും കൊടുങ്കാറ്റാണവർ. അവർക്കിനിയും മേറെയുണ്ട് പോരിടാൻ, അവർക്കിനിയും മേറെയുണ്ട് നേടിടാൻ. കൊഴിഞ്ഞു വീഴും പൂക്കളല്ലവർ, ആഞ്ഞു വീശും കൊടുങ്കാറ്റാണവർ. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ
ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് MLA എക്സലൻസി പുരസ്കാരം സമ്മാനിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഡെലി സിജു യോഹന്നാൻ, പ്രിൻസിപ്പൽ MK മുരളി, VHC പ്രിൻസിപ്പൽ സൂരജ് ശങ്കർ, പ്രധാനാധ്യാപിക PM വിജി, PTA പ്രസിഡന്റ് V ഭക്തവത്സലൻ, മിനി മോഹൻദാസ്, സേതുമാധവൻ പറയംവളപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. എനിക്കറിയാം നമ്മുടെ ഈ വിദ്യാലയം വളരെ വലിയ നിലയിലുള്ള മുന്നേറ്റം ഇനിയും ആഗ്രഹിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഗതകാല പ്രൗഢിയുണ്ട് ഈ വിദ്യാലയത്തിന്. എത്രയോ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു സരസ്വതി ക്ഷേത്രമാണ്. ഇവിടെ ഒട്ടനവധിയായ കുട്ടികൾ പഠിച്ച് മിടുക്കരായി അവർ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉയർന്ന നിലയിലുള്ള വിജയം നേടി ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലും വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് അവർ നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ ഇവിടെ പഠിപ്പിച്ച അധ്യാപകർ, എത്രയോ ശ്രേഷ്ഠരായ അധ്യാപകരാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും എത്രയോ ശ്രേഷ്ഠ അധ്യാപകർ ഇവിടെ പഠിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല വിദ്യാലയമാണ് നമ്മുടെ ഈ ഗവൺമെൻറ് ഹൈസ്കൂൾ, മോഡൽ ഹൈസ്കൂൾ, VHSC +2 ഹൈസ്കൂൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇനിയും വേണം, വളർച്ച നന്നായി ഉണ്ടാകണം. ഈ വിദ്യാലയത്തിന് വലിയ നിലയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനായി പലരും ശ്രമിക്കുന്നുണ്ട്. ഞാനും ആ കൂട്ടത്തിൽ നന്നായി പരിശ്രമിച്ച ഒരാളാണ്. ഇവിടെ മുരളിമാർ സൂചിപ്പിച്ച പോലെ അനേക വർഷങ്ങൾക്ക് മുമ്പാണ് ഇരിങ്ങാലക്കുട പട്ടണത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ 2 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്കൂൾ കെട്ടിടം. അത് ഞാൻ MLA ആയ സന്ദർഭത്തിൽ എൻ്റെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൽ നിന്നാണ് ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിച്ചത്. ഇത് കൂടാതെ തന്നെ +2 വിഭാഗത്തിലെ ആളുകൾക്ക്, അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി നമ്മൾ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. കേരള ഗ്രാമീൺ ബാങ്ക് ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ച ഈ കാണിക്ക ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ ബിന്ദുവിൽ നിന്നും ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗം ബിന്ദു, കേരള ഗ്രാമീൺ ബാങ്ക് ഇരിങ്ങാലക്കുട ബ്രാഞ്ച് മാനേജർ നിജിൻ, അസിസ്റ്റന്റ് മാനേജർ നീരജ്, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം സ്വാഗതവും അഡ്വക്കേറ്റ് KG അജയ് കുമാർ നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിൽ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഒരു ഈ കാണിക്ക സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രകാരം ഈ കാണിക്ക കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഭക്തജനങ്ങൾക്ക് നിരവധി വഴിപാടുകൾ അവരുടെ സ്വന്തം വീടുകളിലായാലും വിദേശത്തായാലും സ്ഥാപനങ്ങളിലായാലും ഇരുന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടാണ് ഈ കാണിക്ക ഇന്നിവിടെ സ്ഥാപിക്കുന്നത്. അങ്ങനെ സ്ഥാപിക്കുന്നതിന് അനുവാദം കൊടുക്കുകയും അതനുസരിച്ച് ഇവിടെ ഇന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.